നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മെയ് 18 അതായത് കൊല്ലവർഷം 1200 ഇടവമാസം 4 ശകവർഷപ്രകാരം വൈശാഖമാസം 28 കൃഷ്ണപക്ഷ ഷഷ്ടിയും ഉത്രാടം നക്ഷത്രവും വരുന്ന ദിവസം, അതായത് ഉത്തരായന കാലം ഗ്രീഷ്മ ഋതുവിൽ ഞായറാഴ്ച സൂര്യോദയം വരുന്നത് 6:07 AM സൂര്യാസ്തമനം 6:35 PM രാഹുകാലം 5:02 PM മുതൽ 6:35 PM വരെയും ഗുളികകാലം 3:28 PM മുതൽ 5:02 PM വരെയും യമകണ്ഠകാലം 12:21 PM മുതൽ 1:55 PM വരെയും. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:57 AM മുതൽ 12:19 PM വരെയും 12:23 PM മുതൽ 12:45 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമം മിഥുനം കൂറുകാർക്ക്. രാഹു കേതുക്കളുടെ മാറ്റം നടക്കുന്ന, അതായത് 1.5 വർഷക്കാലം രാഹു കേതു എന്ന് പറയുന്ന 2 ഗ്രഹങ്ങൾ, അത് തമോഗ്രഹങ്ങളാണ്. ഈ ഗ്രഹങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് മീനൻ രാശിയിലും കന്നി രാശിയിലുമാണെങ്കിൽ, ഇനി അത് പിന്നോട്ട് സഞ്ചരിച്ച് കുംഭം രാശിയിലേക്കും ചിങ്ങൻ രാശിയിലേക്കും മാറുന്നു. ഈ മാറ്റം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലുമൊക്കെ കഷ്ടതകളുണ്ടെങ്കിൽ അതെന്താണെന്നും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. 2025 മെയ് മാസം 18 ഞായറാഴ്ച അസ്തമനാൽപരം 2 നാഴിക 20 വിനാഴികയ്ക്ക്, അതായത് 7:25 PM രാഹു ഇപ്പോൾ നിൽക്കുന്ന മീനൻ രാശിയിൽ നിന്നും പിന്നോട്ട് സഞ്ചരിച്ച് കുംഭൻ രാശിയിലേക്ക് വരുന്നു. കന്നിരാശിയിൽ നിൽക്കുന്ന കേതുവാകട്ടെ ഇതേ സമയം തന്നെ കന്നിരാശിയിൽ നിന്നും പിന്നോട്ട് സഞ്ചരിച്ച് ചിങ്ങൻ രാശിയിലേക്ക് വരുന്നു. ഇവർക്ക് 2 പേർക്കും സ്വന്തമായ ഒരു ക്ഷേത്രം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ സ്വഭാവവും നിൽക്കുന്ന രാശിയുടെ ഗുണമായിരിക്കും ഇവർ കാണിക്കും. തമോഗ്രഹങ്ങളായ ഇവരുടെ മാറ്റം 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് നൽകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഗ്രഹനില എന്ന് പറയുന്നത് സൂര്യൻ ഇടവത്തിലും ചന്ദ്രൻ മകരത്തിലും ചൊവ്വ കർക്കിടകത്തിലും ബുധൻ മേടത്തിലും ഗുരു മിഥുനത്തിലും ശുക്രനും മന്ദനും മീനത്തിൽ തന്നെ സർപ്പി രാത്രി 7:25 കഴിയുമ്പോൾ കുംഭത്തിലേക്ക് മാറും. ശിഖി വൈകിട്ട് 7:25 PM വരെ കന്നിരാശിയിലും പിന്നീട് ചിങ്ങൻ രാശിയിലേക്ക് മാറും. ഈ ഗ്രഹനില പ്രകാരം ഉദയമാണെങ്കിൽ ഇടവത്തിൽ തന്നെയാണ്. ഗുളികോദയം വന്നിരിക്കുന്നത് തുലാരാശിയിലുമാണ്. ഒന്നുകൂടി പറയുന്നു: സൂര്യൻ ഇടവത്തിൽ, ചന്ദ്രൻ മകരത്തിൽ, ചൊവ്വ കർക്കിടകത്തിൽ, ബുധൻ മേടത്തിൽ, ഗുരു മിഥുനത്തിൽ, ശുക്രനും മന്ദനും മീനൻ രാശിയിൽ, സർപ്പി 7:25 വരെ വൈകിട്ട് 7:25 PM വരെ മീനൻ രാശിയിലും പിന്നീട് കുംഭൻ രാശിയിലേക്ക് മാറുന്നു. ശിഖി കന്നിരാശിയിൽ 7:25 വരെ, പിന്നീട് അത് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു. ഗുളികോദയമാവട്ടെ തുലാം രാശിയിൽ, ഉദയം വന്നിരിക്കുന്നത് ഇടവൻ രാശിയിൽ തന്നെ. ഈ ഒരു ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാരുടെയും എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ദിവസം ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലും
ഇതര കർമ്മമേഖലയിലും മത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ആയുർവേദ ചികിത്സ നടത്തുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും വന്നു ചേരും. ഉന്നതരായ വ്യക്തികളുടെ വിരോധത്തിന് ഇടയുണ്ട്. വിവാഹാലോചനകളിലോ നടത്തിപ്പിലോ വൈഷമ്യങ്ങൾ വന്നു ചേരും. സന്താനങ്ങളെ പ്രതി മനക്ലേശങ്ങൾ ഉണ്ടാകും. വ്യാപാരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിയമ നടപടികൾക്കുള്ള നോട്ടീസോ മറ്റോ കിട്ടിയെന്നും വരാം. അധ്യാപനവുമായി ബന്ധപ്പെട്ടവർക്ക് പുരസ്കാരങ്ങൾക്കിടയുണ്ട്. സഹോദരങ്ങളുമായി ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. കൂട്ടു ബിസിനസ്സിൽ പങ്കാളികൾ ഇടയ്ക്ക് വെച്ച് പിന്മാറാനും യോഗം കാണുന്നു. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല അവസരമാണ്. സർക്കാരിൽ നിന്നും കിട്ടാനുള്ള രേഖകളോ ആനുകൂല്യങ്ങളോ ലഭിക്കാവുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നൊക്കെ പിന്മാറാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ജോലിയിൽ മാറ്റത്തിനോ പ്രൊമോഷനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും അഭിമാനവും വന്നു ചേരും. 12ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു 12ൽ നിന്നും 11ലേക്ക് മാറുന്നത് കൊണ്ട് ഇവർക്ക് ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നത്. കാരണം 11ാം ഭാവം ഇഷ്ടഭാവമാണ്. നാഗദേവതകൾ കുംഭൻ രാശിയിലേക്ക് വരുമ്പോൾ മേടം രാശിക്കാർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങൾ കുറച്ചു കാലം, അതായത് രാഹു കേതുവിൻ്റെ മാറ്റം 1.5 വർഷക്കാലമാണ്. അപ്പം ഈ മാറ്റം തീർച്ചയായിട്ടും 18 മാസക്കാലവും മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു 11ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. 12ാം ഭാവത്തിൽ നിന്നും 11ാം ഭാവത്തിലേക്കുള്ള രാഹുവിൻ്റെ മാറ്റവും അതുപോലെ തന്നെ 5ാം ഭാവത്തിലേക്ക് വരുമ്പോൾ 5ലെ കേതു അല്പം ടെൻഷനൊക്കെ ഉണ്ടാക്കും. എന്നാൽ പോലും നമുക്ക് നല്ല സ്ഥാനമായി തന്നെ നിശ്ചയിക്കാം. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അല്പം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരാം. എന്നിരുന്നാൽ തന്നെ രാഹുവിൻ്റെ മാറ്റം ഗുണഫലങ്ങൾ നൽകുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാഗദേവതകൾക്കും യഥാശക്തി വഴിപാടൊക്കെ കഴിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് അല്പം മഞ്ഞപ്പൊടിയൊക്കെ മേടിച്ച് സമർപ്പിച്ചു കൊടുക്കുന്ന വരാനിരിക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റത്തെ നമ്മൾ ഗുണമായി കണ്ട് ഇത് ചെയ്യുന്നത് നന്നായിരിക്കും. നൂറുമ്പാലും കൊടുക്കുന്നത്, അതുപോലെ തന്നെ ആയില്യം നാളിൽ എന്തെങ്കിലും സർപ്പപൂജകളൊക്കെ നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. 5ാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിനെ കൊണ്ട് അല്പം സന്താനങ്ങൾക്കൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ വരാമെങ്കിലും കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. രാഹു കേതുക്കളുടെ മാറ്റം പറയുമ്പോൾ രാഹു ലഗ്നത്തിൽ നിന്നാൽ, കാരണം ശിരസിൽ നിന്നാൽ അല്പം ടെൻഷനൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കുംഭൻ രാശിയിലുള്ളവർക്ക് പൊതുവേ അല്പം ടെൻഷനൊക്കെ വരാനുണ്ട്. 7ാമിടത്ത് കേതു നിൽക്കുമ്പോഴും ഇണയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനും മാർഗസ്ഥാനത്ത് തടസ്സങ്ങൾ വരുവാനുമൊക്കെ സാധ്യതകളുണ്ട്. അപ്പം രാഹു ശരിക്കും ബാധകസ്ഥാനമായ 4, 6, 7, 8, 10, 12 ഭാവങ്ങളിൽ നിൽക്കുന്നത് ഉചിതമായിരിക്കില്ല. ടെൻഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ 2, 3, 4, 9, 11 ഭാവങ്ങളിലേക്ക് വരുമ്പോൾ ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നത്. എന്തായാലും രാഹു കേതുക്കളുടെ മാറ്റം മേടൻ രാശിക്കാർക്ക് അനുകൂലമായി തീരുന്നതാണ്. രാഹുവിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് നമുക്കറിയാം. കാരണം രാഹുവിൻ്റെ ഭാവത്തെക്കുറിച്ചും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. രാഹുവിൻ്റെ കാരകത്വം എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. സമ്മർദ്ദങ്ങൾ കുറയും, പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കപ്പെടും, എടുത്തുചാട്ടവും സാഹസികതയും വർദ്ധിക്കും, സാമ്പത്തിക നേട്ടമുണ്ടാകും, വ്യവസായം ലാഭത്തിലാകും, വിനോദയാത്രകൾ ചെയ്യും, വേണ്ടപ്പെട്ടവരുമായുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുവാനാവും, ആരോഗ്യം തൃപ്തികരമാകും.
അപ്പൊ ഈ ഗുണഫലങ്ങളൊക്കെ വരുന്നതോടൊപ്പം തന്നെ 11-ാം ഇടത്തേക്ക് രാഹു മാറുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. 11-ാം ഇടത്ത് രാഹു വന്നാൽ ധനലബ്ധിയാണ് ഫലം. ആ ധനലബ്ധി നമുക്ക് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ 5-ാം ഇടത്തേക്ക് ഉള്ള കുജന്റെ മാറ്റം, 5-ാം ഇടത്ത് കുജൻ നിന്നാൽ ദ്രവ്യനാശവും വരും എന്നാ പറയുന്നത്. അപ്പൊ രാഹുവിനെ കൊണ്ട് ഗുണമാണെങ്കിൽ കേതുവിനെ കൊണ്ട് നാശമാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും മേടൻ രാശിക്കാർക്ക് ഉണ്ടാവുക. വ്യാഴം 3-ലേക്ക് മാറി, രാഹു ആ ഗുണസ്ഥലത്തേക്കാണെങ്കിലും കേതുവിന്റെ മാറ്റം 5-ാം ഭാവത്തിലേക്കായതുകൊണ്ട് ശകലം ദ്രവ്യനാശമൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. രാശിയാധിപൻ 4-ാം ഇടത്ത് നിജസ്ഥിതിയിൽ നിൽക്കുന്നത് കൊണ്ടും മേടൻ രാശിക്കാർ അല്പം കരുതിക്കുന്നത് നന്നായിരിക്കും. പ്രാർത്ഥനകൾ നടത്തുന്നത്, ജപമൊക്കെ, ഉപാസനാമൂർത്തിയെ ഉപാസിക്കുന്നതൊക്കെ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യതടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ദിവസമാണ്. ബിസിനസ് രംഗത്തെ പുതിയ തീരുമാനങ്ങളൊക്കെ ഉചിതമായി തീരും. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. തൊഴിൽ മാറ്റം സാധ്യമാകും. ഇഷ്ടജനങ്ങളുമായി ഒത്തുചേരുന്നതിനുള്ള സാധ്യത കാണുന്നു. അപ്രതീക്ഷിതമായ സന്തോഷ വാർത്ത കേൾക്കും. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും. കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കും. വലിയ സ്ഥാനമാനങ്ങളൊക്കെ വരുമ്പോഴും രാഹുകേതുവിൻ്റെ മാറ്റം, രാഹു 10-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ കർമ്മതടസ്സം വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ 4-ാം ഇടത്തേക്കാണ് കേതുവിൻ്റെ മാറ്റം. അപ്പോൾ കേതു 4-ാം ഇടത്ത് വന്നാൽ ശത്രു ദോഷമൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. രാഹുകേതുക്കളുടെ മാറ്റം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിരിക്കില്ല. പക്ഷെ വ്യാഴം 2-ാം ഭാവത്തിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഞായറാഴ്ചയുണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുകേതുവിനൊക്കെ അർച്ചനയൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളായുള്ള ആഗ്രഹങ്ങൾ സഫലമാകും. ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും. നല്ല കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള യോഗം കാണുന്നു. വ്യവസായം ലാഭത്തിലാകും. വിനോദയാത്രകൾ ചെയ്യും. വേണ്ടപ്പെട്ടവരുമായുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയെടുക്കാനാവും. ആരോഗ്യം തൃപ്തികരമാകും. അതുപോലെ തന്നെ സമ്മർദ്ദങ്ങളൊക്കെ കുറയുന്ന ദിവസമാണ്. പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കപ്പെടും. അതുപോലെ എടുത്തുചാട്ടവും സാഹസികതയൊക്കെ കുറച്ച് സാമ്പത്തിക നേട്ടത്തിന് ഉണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വ്യാഴം സ്വന്തം രാശിയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് രാഹുകേതു പൂജയൊക്കെ ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിലെ വിമർശനങ്ങളും തടസ്സങ്ങളും കുറയുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടും. പരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല, ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ദാമ്പത്യ ജീവിതത്തിലെ തെറ്റുകളൊക്കെ തിരുത്തി ശാന്തമായ ഗൃഹാന്തരീക്ഷം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും. അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുമെങ്കിലും അല്പം തടസ്സം വന്നു ചേരുന്നതാണ്. സൽക്കർമ്മങ്ങളിൽ മുന്നിൽ നിൽക്കും. അതുവഴി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് രാഹുകേതുക്കൾക്ക് അർച്ചനയൊക്കെ ചെയ്യുമ്പോൾ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. 1.5 വർഷത്തേക്കാണ് രാഹുകേതു മാറ്റം. അഷ്ടമത്തിലേക്കുള്ള രാഹുവിൻ്റെ മാറ്റവും അതുപോലെ തന്നെ 2-ാം ഭാവത്തിലേക്കുള്ള കേതുവിൻ്റെ മാറ്റവും അല്പം
ഗുണഫലങ്ങളെക്കാളേറെ കുറച്ച് ദോഷഫലങ്ങളാണ് ഉണ്ടാവുക. അപ്പം പ്രാർത്ഥന കൊണ്ട് എല്ലാം നമുക്ക് ഗുണഫലങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. അതിനുവേണ്ടി ജപങ്ങൾ, അതായത് രാഹുവിൻ്റെ കാരകത്വം എന്ന് പറയുന്നത് ശനിയാണ്. ഇപ്പം ശനീശ്വരനെ പ്രാർത്ഥിക്കുക. ചൊവ്വയുടെ എല്ലാ ഗുണഫലങ്ങളുമാണ് കേതുവിനുള്ളത്. അപ്പം ചൊവ്വയെ, ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ കേതുവിൻ്റെ ദോഷമൊക്കെ മാറിക്കിട്ടും. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടകാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. അതുപോലെ തന്നെ സാമ്പത്തിക പുരോഗതിയും മക്കളുടെ കാര്യത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ വിജയിക്കും. ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ കഴിയും. ആപൽഘട്ടങ്ങളെ മറികടക്കുവാനുള്ള ദൈവാധീനം വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. പല രംഗത്തും വിജയം കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. വ്യാഴം 11 സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് വിഷ്ണു പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. രാഹുകേതുക്കൾക്ക് അർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ എല്ലാവിധ ഗുണഫലങ്ങളും അനുഭവത്തിൽ വരും. കുടുംബപരദേവതയെ പ്രാർത്ഥിക്കുന്നത് വഴി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ആകും. കന്നിക്കൂറുകാരൻ, കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടുന്ന ദിവസമാണ്. പുതിയ കർമ്മരംഗത്ത് പ്രവേശനത്തിനുള്ള സാധ്യതകൾ വന്നു ചേരും. അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് കുട്ടികളോട് പറയുന്നത് നന്നായിരിക്കും. ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ വന്നു ചേരും. പൊതുവെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരുവാനായി രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ജോലിസ്ഥലത്ത് നേതൃസ്ഥാനം ലഭിക്കുവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങും. ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെടും. വീട് നന്നാക്കുന്നതിനുള്ള ശ്രമം നടത്തും. തൊഴിൽ സ്ഥലത്ത് അംഗീകാരം ലഭിക്കുന്നതിനാൽ മറ്റുള്ളവരുടെ അസൂയ വരാനുള്ള സാധ്യതകളുണ്ട്. കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാഹുകേതു പൂജയും കൂടി ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ശനീശ്വരന് ഉപാസനാമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് പൂജ ചെയ്യുന്നതും നന്നായിരിക്കും. തുലാക്കൂറ്, ഈ കൂറുകാർക്ക് വ്യാഴാനുകൂല്യം ഉള്ളതുകൊണ്ട് നല്ല കാര്യങ്ങൾ പലതും സംഭവിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുന്നു. സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇവയിലെല്ലാം അനുകൂലമായ ഒരു സാഹചര്യം നിലനിന്നു പോകുന്നു. ചെറിയ കുട്ടികൾക്ക് കഫജന്യമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത അല്പം കൂടുതലാണ്. എന്നാൽ ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും വ്യാപാരങ്ങൾ നടത്തുന്നവർക്കുമൊക്കെ നഷ്ടങ്ങളൊക്കെ കുറഞ്ഞ് പതുക്കെ ഉയർച്ചയിലേക്ക് എത്തുന്നതായി കാണാം. തൊഴിൽ അന്വേഷകർക്കും അഭ്യസ്ത വിദ്യർക്കും ശുഭകാര്യങ്ങൾക്കായി ഉള്ള അനുകൂലമായ സാഹചര്യം വന്നു ചേരും. അവകാശപ്പെട്ട ഭൂമി കൈവശം വന്നു ചേരും. വാഹനങ്ങളിൽ ആപത്തുകൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. രാഹുകേതുക്കളുടെ മാറ്റം അനുകൂലമായി തീരുവാനായി നാഗദേവതകളെ പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാനെയും വരാഹി ദേവിയൊക്കെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദങ്ങൾ കുറയുന്ന ദിവസമാണ്. പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കപ്പെടുക. എടുത്തുചാട്ടവും സാഹസികതയും അല്പം കുറയ്ക്കുന്നത് നന്നായിരിക്കും. വ്യവസായം അല്പം ലാഭത്തിലാകും. വിനോദയാത്രകൾക്കുള്ള അവസരം വന്നു ചേരും. തെറ്റിദ്ധാരണകൾ, വേണ്ടപ്പെട്ടവരുമായുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കുവാനുള്ള അവസരം വന്നു ചേരും. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാനാവും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും. നിർത്തിവച്ചിരുന്ന വീട് പണി പുനരാരംഭിക്കുവാനാവും. പണയ വസ്തുക്കൾ തിരിച്ചെടുക്കും. നല്ല സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകും. ജോലിയിൽ ഉയർച്ചയും പ്രതീക്ഷിക്കാം. സന്താനങ്ങളെക്കുറിച്ച് അഭിമാനിക്കുവാനുള്ള അവസരം വന്നു തരും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാഴം പ്രതികൂലത്തിലാണെങ്കിൽ പോലും
മഹാലക്ഷ്മിയെയും ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിക്കുന്നത് മൂലം, രാഹുകേതുക്കളെ പ്രാർത്ഥിക്കുന്നത് മൂലം, ശനീശ്വര ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് മൂലം, നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുകേതു പൂജ ചെയ്യുന്നത്, നാഗത്തമാർക്ക് മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം നിത്യം ജപിക്കുന്നതൊക്കെ വഴി ഭദ്രകാളിയമ്മയെ സ്തുതിക്കും കൂടെ ചെയ്യുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങളെ തൊഴിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള യോഗമുണ്ടാകും. മനസ്സ് ശാന്തമാകും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ പ്രതിസന്ധികളെ വരുത്തുവാനുള്ള സാഹചര്യം വരുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. പ്രതിസന്ധികൾ ഒഴിവാക്കി പ്രവർത്തിക്കുന്നതിനായി കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അതുപോലെ തന്നെ കർമ്മപരമായ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും. പ്രതീക്ഷകളൊക്കെ യാഥാർത്ഥ്യമാകുന്ന ദിവസമാണ്. പുതിയ സ്ഥലം മാറ്റമൊക്കെ ഗുണഫലം നൽകും. അതുപോലെ തന്നെ വീട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും ഏത് ഇപ്പം അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നാണെങ്കിലും അമ്മയുടെ കുടുംബത്തിൽ നിന്നും ഭാര്യ കുടുംബത്തിൽ നിന്നൊക്കെ ആണെങ്കിലും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. കുടുംബയോഗങ്ങളിലൊക്കെ സംസാരിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗം വന്നു ചേരും. പാരമ്പര്യ സ്വത്തുക്കളെക്കുറിച്ചൊക്കെ ഒരു ചർച്ച ഉണ്ടാവും. കാര്യതടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി സമ്പത്തും സമാധാനവും സർവൈശ്വര്യവും വന്നു ചേരുന്നതാണ്. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നാഗദേവതകൾക്ക് യഥാശക്തി വഴിപാട് കഴിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സാമർഥ്യം വർദ്ധിക്കും. പുതിയ കൂട്ടുകെട്ടുകളിലൂടെ ഗുണം വന്നു ചേരും. പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ തർക്കങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. പ്രതീക്ഷിച്ച രീതിയിൽ പല സോഴ്സുകളിൽ നിന്നും ധനാഗമ മാർഗങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. അവർക്ക് അനുയോജ്യ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യും. വിദേശയാത്രകൾക്കുള്ള ഒരുക്കങ്ങളും നടത്തും. എതിർപ്പുകളെ അനുകൂലമാക്കിയെടുക്കുവാനായി അല്പം കഠിന പ്രയത്നം ആവശ്യമായി വരും. സ്ഥലങ്ങൾ വിൽക്കാനും വാങ്ങാനുമൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായി വരും. പ്രശംസാർഹമായ കാര്യങ്ങൾ ചെയ്യുമെങ്കിലും അംഗീകാരം അല്പം വൈകി മാത്രമേ ലഭിക്കുകയുള്ളൂ. പുതിയ കൂട്ടുകെട്ടുകൾ ഉടലെടുക്കും. ജീവിത രീതിയിൽ അനുകൂലമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായി രാശിനാഥനായ വിഷ്ണുമായ സ്വാമിയും കരിങ്കുട്ടി സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, നിവേദ്യമൊക്കെ സമർപ്പിച്ച് ജപം തുടരുന്നത്, ഉപാസനാ ബലം കൂട്ടുന്നത്, അതുപോലെ തന്നെ രാഹുകേതുക്കളെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഗുണഫലമായി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമായി തീരും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം വന്നു ചേരും. ജോലി മാറ്റത്തിന് ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. മനസ്സമാധാനവും സന്തോഷമൊക്കെ കൈവരുന്ന ദിവസമാണ്. ജോലി സ്ഥിരതയ്ക്കായി അശ്രാന്ത പരിശ്രമം ചെയ്യും. വീട്ടുകാരുടെ പ്രീതി കൈപ്പറ്റുന്നതിനായി കുടുംബയോഗങ്ങളോ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങളോ പൂജകളോ ഒക്കെ ചെയ്യുന്നത് സന്തോഷവും സമാധാനവും വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും. ദേവാലയ ദർശനങ്ങളൊക്കെ നടത്തുമ്പോൾ കൂടുതൽ ആത്മീയ കാര്യങ്ങളിലും ഗ്രഹകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ കൂടുതൽ കുടുംബാന്തരീക്ഷം സന്തോഷപൂർണമായി തീരും. ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത ലഭിക്കുന്ന സമയമാണ്. കർമ്മപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളെല്ലാം യാഥാർത്ഥ്യമാകും. പുതിയ മാറ്റങ്ങൾ ഗുണം ചെയ്യും. ആരോഗ്യം മെച്ചപ്പെടും. വീട്ടുകാരിൽ നിന്നും ഇനിയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേണ്ടി നല്ല പെരുമാറ്റം കാഴ്ചവെക്കുകയും എല്ലാവരോടും സമവായത്തിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ
എല്ലാം ഗുണഫലമായി തീരുന്നതാണ്. രാശിനാഥനായ ശനീശ്വരനെ, ആഞ്ജനേയ സ്വാമിയെ, ശനീശ്വരനെ, വിഷ്ണുമായ സ്വാമിയെ, ധർമ്മശാസ്താവിനെ, രാഹു കേതുക്കളെ, അതായത് രാഹുവിനെയും കേതുവിനെയും ഒക്കെ നാഗദേവതകളെ പ്രീതിപ്പെടുത്തുന്നത്. കാരണം രാശിയിലേക്കാണ്, സ്വന്തം രാശിയിലേക്ക് രാഹു വന്നിരിക്കുന്നു, കേതു 7-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പം എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥനകളും ജപവും ഉപാസനാ ബലവും വർദ്ധിപ്പിക്കൂ. എല്ലാം മംഗളമായി തീരുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല രംഗത്തും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ നേടുന്നതിനുള്ള ശ്രമം നടത്തും. തൊഴിൽ രംഗത്ത് മികവ് വർദ്ധിപ്പിക്കുന്നതിനായി കർമ്മമേഖലയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് ശ്രമിക്കും. വലിയ ആഗ്രഹം നടപ്പിലാക്കുന്നതിനായി പുതിയ കർമ്മ പദ്ധതികൾ തയ്യാറാക്കും. തൊഴിൽ മാറ്റത്തിന് സാധ്യത ഉണ്ടാവും. വീട്ടുകാര്യങ്ങൾ തൃപ്തിപരമായി കൊണ്ടുപോകുന്നതിന് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും കുടുംബയോഗങ്ങളും കുടുംബ യൂണിറ്റുകളിലൊക്കെ പങ്കെടുത്ത് അല്ലെങ്കിൽ തീർത്ഥയാത്രയോ ആത്മീയയാത്രയൊക്കെ പോകുമ്പോൾ ദൈവിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ സന്തോഷവും സമാധാനവും വന്നു ചേരും. വീട് പുതുക്കി പണിയുന്നതിനുള്ള ആലോചന ഉണ്ടാകും. ആരോഗ്യകാര്യത്തിലുള്ള ആശങ്കകളൊക്കെ ഒഴിഞ്ഞു കിട്ടുന്ന സമയമാണ്. മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ധീരമായ നിലപാടുകൾ സ്വീകരിക്കും. ലോണുകളൊക്കെ എടുത്ത് കുട്ടികൾക്ക് വേണ്ട രീതിയിൽ പഠനം നടത്തുവാനുള്ള സൗകര്യം ചെയ്യും. വിവാഹ കാര്യത്തിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കും. കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നതിനായി മുന്നിട്ടിറങ്ങുന്നത് മൂലം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സമസ്ത ഐശ്വര്യങ്ങളും വന്നു ചേരും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, രാഹു കേതുക്കളൊക്കെ നവഗ്രഹക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും രാഹുകേതുക്കളുടെ മാറ്റം 1.5 വർഷക്കാലം 18 മാസത്തോളം ഉള്ള സമയം അനുകൂലമായി തീരട്ടെ. ഓരോ മാറ്റങ്ങളും ഓരോ നക്ഷത്രക്കാരിലും വന്നു ചേരുന്ന മാറ്റങ്ങൾ ഗുണമാക്കി തീർക്കുവാൻ വേണ്ട പ്രാർത്ഥനകളും പൂജകളും ജപങ്ങളും ചെയ്യുമ്പോൾ എല്ലാ കഷ്ടതകളും മാറി സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യവും സുഖപ്രാപ്തിയും വന്നു ചേരും. അതിനായി പ്രാർത്ഥനകൾ തുടരൂ. എല്ലാം ശുഭ പര്യവസാനിയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 18-ാം തീയതി മുതൽ എല്ലാ സൗഭാഗ്യങ്ങളും, അതായത് ഇനി 7/25 രാഹുകേതു മാറ്റമെങ്കിലും ആ മാറ്റം ഒരു വ്യക്തമായ ഒരു ജീവിത ദർശനം എല്ലാവർക്കും നൽകട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.